എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ പെട്ടെന്ന് തന്നെ ഒരു പായസം റെഡിയാക്കാമെന്ന് വിചാരിച്ചു. ആ റെസിപ്പിയാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ വേഗം തന്നെ തീരുമാനിച്ച കാര്യമാണ് ഒരു പായസമൊക്കെ റെഡിയാക്കാന്നുള്ളത്. അപ്പോൾ ഇതിന് ആവശ്യമായിട്ടുള്ളത് ഉണക്കലരി അല്ലെങ്കിൽ മട്ടരി ഉപയോഗിക്കാം. പുറത്ത് നല്ല ചുവപ്പ് കളറായിട്ടുള്ളത് മട്ടരി നമുക്ക് റേഷൻ കടയിൽ നിന്നൊക്കെ കിട്ടും. അത് നമുക്ക് ആവശ്യത്തിനുള്ള അരി എടുത്തിട്ട് നന്നായി കഴുകിയെടുക്കുക. ഒരു 3-4-5 പ്രാവശ്യമൊക്കെ കഴുകിയെടുക്കേണ്ടി വരും അതിൻ്റെ കറക്റ്റ് ഒരു കളറ് വരാനായിട്ട്. അപ്പോൾ അത് നന്നായി കഴുകിയെടുത്തതിന് ശേഷം കുക്കറിൽ നമ്മൾ ഈ കഴുകി വെച്ച അരി അതിനാവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചിട്ട് വേവിക്കാനായിട്ട് വെക്കുകയാണ്. ഒരു 3 വിസിൽ മതിയായിരിക്കും ഇത് വേവാനായിട്ട്. പിന്നെ അധികം വെന്ത് ഉടഞ്ഞു പോകാൻ പാടില്ല. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു നെയ്യ് പായസമൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റേതായ കുറവുകളുണ്ടായിരിക്കും. പിന്നെ നമുക്ക് നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മുടെ റെസിപ്പിയിൽ ചില മാറ്റങ്ങളൊക്കെ ആയിട്ട് വരുത്താം. അപ്പോൾ പിന്നെ ഞാൻ എടുത്തത് ശർക്കര ഉരുക്കിയിട്ട് അത് അരിച്ചെടുക്കണം. അപ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള ശർക്കര ഞാനിപ്പോൾ ഇതിലൊരു 4 എണ്ണമാണ് ഇട്ടത്. 4 ശർക്കര നമ്മുടെ മധുരത്തിനായിട്ടുള്ള ശർക്കര എടുക്കാം. ശർക്കര എടുത്തിട്ട് അതിനാവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചതിന് ശേഷം അത് നന്നായി ഉരുക്കിയെടുക്കുക. അത് തണുത്തതിന് ശേഷം അരിച്ച് മാറ്റി വെക്കുക കേട്ടോ. പിന്നെ ഈ നെയ്യ് പായസത്തിന് നമ്മൾ മറ്റ് പായസങ്ങളിൽ ഉപയോഗിക്കുന്ന പോലെ തേങ്ങാപ്പാൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നെയ്യ് ആണ് ഏറ്റവും കൂടുതലല്ല, നെയ്യിൻ്റെ ഫ്ലേവറാണ് കുറച്ചും കൂടിയും ഹൈലൈറ്റ് ആയിട്ട് നിൽക്കേണ്ടത്. അപ്പോൾ ശർക്കരയൊക്കെ നന്നായി ഉരുകി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ കുക്കറും വിസിലടിക്കുന്നുണ്ട്. അതിനുശേഷം ഈ വെന്ത് വന്ന അരിയിലേക്ക് നമ്മൾ ഉരുക്കിയിട്ട് അത് അരിച്ച് വെച്ച ശർക്കര ഇതിലേക്ക് ആഡ് ചെയ്യണം, വെന്ത് വന്ന അരിയിലേക്ക്. അപ്പോൾ അരി എന്ന് പറഞ്ഞാൽ വെന്ത് ആകെ ഉടഞ്ഞു പോകാൻ പാടില്ല. കുറച്ച് നേരം ശർക്കരയുടെ കൂടെ കിടന്ന് അരി വേവണം. പിന്നെ ശർക്കരയുടെ കൂടെ അങ്ങനെ അരി വേവില്ല, കുറച്ചിങ്ങനെ കല്ലച്ച പോലെ ഇരിക്കും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ നമ്മൾ ചെറിയൊരു ഇടവേളകളിൽ നെയ്യ് ഇങ്ങനെ ആഡ് ചെയ്യുക. കൂടുതലായിട്ടും പെട്ടെന്ന് തന്നെ ഇടാൻ പാടില്ല, എന്നാലും ചെറിയ ഗ്യാപ്പിൽ നെയ്യ് ആഡ് ചെയ്ത് ഇളക്കി യോജിപ്പിച്ചെടുക്കാം കേട്ടോ. പിന്നെ നെയ്യിൽ അണ്ടിപ്പരിപ്പും അതുപോലെ തന്നെ മുന്തിരിയും കൂടി വറുത്തിട്ട് ഇതിലേക്ക് ആഡ് ചെയ്യാം. പിന്നെ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ തേങ്ങാക്കൊത്തോ ചെറിയ തേങ്ങ പീസാക്കിയിട്ട് അത് നെയ്യിൽ വറുത്ത് ആഡ് ചെയ്യാം. അല്ലെങ്കിൽ കദളിപ്പഴം അങ്ങനെയും ആഡ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഞാൻ പായസം ഉണ്ടാക്കിയത്. ഇതിലേക്ക് ഞാൻ പിന്നെ ഒരു നുള്ളു ഉപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് സഹായിക്കും. പിന്നെ ഇതിലേക്ക് ഏലക്കാപ്പൊടി ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ചുക്ക് ആഡ് ചെയ്യാം, ഞാൻ ആഡ് ചെയ്തിട്ടില്ല. അങ്ങനെ നന്നായി യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ പായസമൊക്കെ റെഡിയായി. അപ്പോൾ ചേച്ചിയും ചേട്ടനും എല്ലാവരും ഉള്ള ഒരു ദിവസമാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നന്നായി കുറുകി വന്നിട്ടുണ്ടായിരുന്നു പായസം. അപ്പോൾ എല്ലാവരും കഴിച്ചു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. പിന്നെ മധുരം നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് അത് റെഡിയാക്കാം. അപ്പം ചേച്ചി പറഞ്ഞത് മധുരം കുറച്ച് കൂടുതലാണെന്നാണ്. അത് ഓരോരുത്തർക്കും മധുരത്തിൻ്റെ ഒരു ഇതുണ്ടാവുമല്ലോ, ഒരു കണക്ക് അവർ കഴിക്കണത്. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പറ്റുകയാണെങ്കിൽ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഉണ്ടെങ്കിൽ എന്താണെങ്കിലും സമയം കിട്ടുകയാണെങ്കിൽ ഈ ഒരു റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഇഷ്ടപ്പെടും. പിന്നെ പ്രത്യേകിച്ച് മധുരം അവർക്കൊക്കെ നന്നായി ഇഷ്ടപ്പെടും. നമുക്ക് അമ്പലങ്ങളിൽ നിന്നൊക്കെ കിട്ടുന്ന ഒരു പായസത്തിൻ്റെ അതേ ടേസ്റ്റ് തന്നെ ഉണ്ടാവും. പിന്നെ ഇതിൽ അഡീഷണലായിട്ട് നമുക്ക് അമ്പലത്തിൻ്റെ ഒരു വൈബ് കിട്ടാനായിട്ട് കുറച്ച് ചെത്തി തുളസി ഒരു 2 ഇത് ആഡ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ആ ഒരു ഇതിൽ നമുക്ക് കിട്ടും. അപ്പോൾ ഞാനുണ്ടാക്കിയ പായസം എല്ലാവരും ടേസ്റ്റ് ചെയ്ത് നോക്കാണ്. അമ്മ ജോലി കഴിഞ്ഞ് വന്നപ്പോൾ അമ്മ ടേസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട്, അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ അച്ഛൻ, ചേച്ചി, ചേട്ടൻ, ചിക്കു ചേട്ടൻ എല്ലാവരും കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ മധുരം കൂടുതലായ കാരണം, മധുരം കൂടുതൽ വെച്ചാൽ അവർക്ക് അങ്ങനെ അധികം മധുരം ഇഷ്ടമല്ല. അപ്പോൾ അധികം പേരൊന്നും കഴിച്ചില്ല. എന്നാലും ഞാൻ ഉണ്ടാക്കിയതൊക്കെ കഴിഞ്ഞ് തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താണെങ്കിലും ഇഷ്ടപ്പെടും, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ എന്താണെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.